ഹായ് ഫ്രണ്ട്സ്, മീ ഫോർ യു ടെക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നോക്കുന്നത് എല്ലാം സ്മാർട്ടായ സമയത്ത് നമ്മുടെ റേഷൻ കാർഡ് എങ്ങനെ സ്മാർട്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് ബുക്ക് ടൈപ്പ് റേഷൻ കാർഡാകാം, ഡിജിറ്റൽ റേഷൻ കാർഡാകാം, അതുപോലെ തന്നെ ID കാർഡ് രൂപത്തിലുള്ള റേഷൻ കാർഡാകാം. അതും ഏതുമായിക്കോട്ടെ, ഈ റേഷൻ കാർഡ് നമ്മുടെ ഫോണിലേക്ക് ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്കത് ഡിജിറ്റലൈസ് ചെയ്യാം. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞു തരുന്നു. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അവിടെ സെർച്ച് ബാറിൽ മൈ റേഷൻ കാർഡ് എന്ന് എൻ്റർ ചെയ്യുക. അപ്പം വരുന്ന ഓപ്ഷനിൽ നിന്ന് എൻ്റെ റേഷൻ കാർഡ് എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോയിലേക്ക് വന്നു. ഇവിടെ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോവുക. വീണ്ടും ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ താഴെ 4 ഓപ്ഷനുണ്ട്. ഒന്ന് റേഷൻ കാർഡ്, രണ്ടാമത്തത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, 3 ഷോ നിയറസ്റ്റ് റേഷൻ ഷോപ്സ്, പിന്നെ 4ാമത് കിടക്കുന്നത് ന്യൂ റേഷൻ കാർഡ് ആൻഡ് ട്രാൻസ്ഫർ കാർഡ്. അതൊക്കെയാണ് കിടക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് റേഷൻ കാർഡ് എന്ന് എഴുതിയിട്ട് താഴെ റേഷൻ കാർഡ് നമ്പർ എന്ന് കാണിച്ചിട്ടുണ്ട്. അവരുടെ നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ കൃത്യമായി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന വ്യൂ മൈ കാർഡ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. ഇവിടെ OTP ആണ്. ഈ റേഷൻ കാർഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP കൃത്യമായി തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വരുന്ന വിൻഡോയിൽ ഒരു പോപ്പപ്പ് വന്നു. ഇവിടെ ക്രിയേറ്റ് പാസ്വേഡാണ്, അത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. 5 അക്ക നമ്പറുള്ള ഒരു പാസ്വേഡ്. നെക്സ്റ്റ് എടുക്കുക. വീണ്ടും കൺഫേം പാസ്വേഡ് എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റേഷൻ കാർഡിൻ്റെ വിവരങ്ങൾ അടങ്ങിയ ഒരു വിൻഡോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ റേഷൻ കാർഡ് ഉടമയുടെ ഫോട്ടോയടക്കം വന്നിട്ടുണ്ട്. 3ാമത്തെ ഓപ്ഷനിൽ അപേക്ഷയുടെ സ്ഥിതി, അവിടെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നേരത്തെ അപേക്ഷകൾ, ആ ഡീറ്റെയിൽസ് അതൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ ഹിസ്റ്ററിയാണ്, അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ കാണുവാൻ നമുക്ക് സാധിക്കും. ബാക്കടിച്ച് പോയാൽ 4ാമത്തെ ഓപ്ഷനിലായിട്ട് വരുന്നത് കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്നവരാണ്. അവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കാർഡിലുള്ള അംഗങ്ങളുടെ വ്യക്തമായ വിവരങ്ങൾ അവിടെ താഴെ എൻട്രി ചെയ്തിരിക്കുന്നത് നമുക്ക് വിശദമായിട്ട് തന്നെ കാണുവാൻ സാധിക്കും. 5ാമത്തെ ഓപ്ഷനിൽ റേഷൻ വിഹിതമാണ്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മാസം കിട്ടേണ്ട റേഷ്യൻ്റെ കൃത്യമായ വിവരം അതവിടെ കാണിച്ചിട്ടുണ്ട്. അത് എത്രയാണ് അളവ് നമുക്ക് കിട്ടേണ്ടതെന്ന് അത് കൃത്യമായിട്ട് തന്നെ അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ മാസം വാങ്ങിയ റേഷൻ വിഹിതമാണ് ഏറ്റവും താഴത്തെ ഓപ്ഷനുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ മാസം വാങ്ങിയ റേഷൻ്റെ വിഹിതം അവിടെ കാണിക്കും. അപ്പോൾ ഈ മാസം റേഷൻ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ബ്ലാങ്കായിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ വിൻഡോയുടെ ഇടതുവശത്തായിട്ട് മുകളിൽ 3 ലൈൻ അവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ അവിടെ ആപ്ലിക്കേഷൻ സെർച്ച് ഉണ്ട്, ഷോ നിയറസ്റ്റ് റേഷൻ ഉണ്ട്, അങ്ങനെ കുറേ സർവീസുകൾ താഴേക്കുണ്ട്. അവിടുന്ന് താഴേക്ക് പോയാൽ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എന്നാണ്. ആ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് വരുന്നത്. അവിടെ അഡ്രസ് ആൻഡ് ടെലിഫോൺ നമ്പേഴ്സ് ഓഫ് ഓൾ ഓഫീസ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ്, അങ്ങനെ കുറേ സിവിൽ സപ്ലൈസ് അതിൻ്റെ ഓഫീസിൻ്റെ നമ്പരും കാര്യങ്ങൾ നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെയും കൃത്യമായിട്ട് തന്നെ എടുക്കാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും റേഷൻ സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്ത് പോകാം. അതുപോലെ എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ യൂസ് ചെയ്ത്
ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.